നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ചാപ്റ്റർ കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ചാപ്റ്റർ 7. ഈ ഒരു ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതിന് മുമ്പ് അയച്ച വീഡിയോസ് അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് ആ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ആ ജീനി എടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞത്? കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു C++ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ കുറിച്ചാണ്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? C++ പ്രോഗ്രാം കമ്പൈലേഷൻ കഴിഞ്ഞ് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ആവുന്നുണ്ട്. ഒബ്ജക്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ CPU എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുവാണ്, CPU വർക്ക് ചെയ്യിപ്പിക്കുവാണ് ഈ പ്രോഗ്രാമിനെ. അപ്പം ഈ ഒരു സമയത്ത് ആ ഒരു സമയത്തിനെ പറ്റി നമ്മളൊന്ന് ആലോചിക്കുക. അതായത് നമ്മുടെ CPUവിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നു. ദാറ്റ് മീൻസ് ജീനിയിൽ നമ്മൾ ആ എക്സിക്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എവിടെ നിന്നാണ് C++ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അടുത്തത് അതിനുശേഷം ഏതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിനുശേഷം ഏതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ പോയി എവിടാണ് ഇതിനൊരു സ്റ്റോപ്പ് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് എവിടാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു C++ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ മെയിനിൽ നിന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. മെയിൻ എക്സിക്യൂട്ട് ചെയ്ത് മെയിൻ ഉണ്ട് എന്ന് കണ്ടതിന് ശേഷം പിന്നെ മെയിൻ എന്ന് പറയുന്നതിനകത്തൊരു ബ്രാക്കറ്റ് കാണുന്നുണ്ട്. അതിൽ നിന്ന് അതൊരു ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ തൊട്ടടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അവിടെ ഒരു കേളി ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചായിരുന്നു. അപ്പോൾ കേളി ബ്രാക്കറ്റ് ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ബീൻ ഓപ്പൺ. എക്സിക്യൂഷൻ അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂഷൻ തുടങ്ങുന്നു. അതിൻ്റെ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ താഴത്തെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? എക്സിക്യൂഷൻ 1 by 1 ആണ്. C++ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ബിഗിൻസ് ഫ്രം മെയിൻ ആൻഡ് ഇറ്റ് കംസ് 1 by 1, ഓരോന്നോരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആൻഡ് വിച്ച് ഈസ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടു ബി എക്സിക്യൂട്ടഡ്? ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു കേളി ബ്രാക്കറ്റ് ക്ലോസിങ് കാണുന്നുണ്ട്. അതായത് മെയിനിൽ ഓപ്പൺ ചെയ്ത സാധനം അവസാനം ക്ലോസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ആ ക്ലോസിംഗ് ആണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ദിസ് ഈസ് നോൺ ആസ് നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. Normal flow of execution begins from main and next line executed and next line it continues up to curly bracket close, that means function end. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ കേസിലും ഇങ്ങനെയല്ല. ദാറ്റ് മീൻസ് ചില കേസിൽ അല്ലെങ്കിൽ ചില സ്ഥലത്ത് വരുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു ചില വാല്യൂസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ C++ലെ ഒരു ലൈൻ ഓഫ് കോഡിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ലൈനിനെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ അല്ലെങ്കിൽ പല സ്റ്റേറ്റ്മെൻറ്റുകളെയോ ഒന്നുകിൽ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാതിരിക്കുകയും ചെയ്യും. C++ പ്രോഗ്രാമിൽ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ, 1 by 1 ആയിട്ട് എല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ പറയുവാണ് ചില കേസിൽ ചില വാല്യൂസിനനുസരിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാതിരിക്കുകയും ചിലതിനെ മാത്രം എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യം നമുക്ക് വരും. സോ അതിനെയാണ് നമ്മൾ C++ൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മാർക്ക്, ആ കുട്ടി പാസ് ആണോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് 18 മാർക്ക് കൂടുതലുണ്ടോ ഇല്ലയോ? കൂടുതലാണെങ്കിൽ കുറച്ച് കാര്യം ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ ചെയ്യണം. 18 കുറവാണെങ്കിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ മനസ്സിലല്ലോ, പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇടയ്ക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഇതനുസരിച്ച് there are some changes. ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം, ചിലത് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് ഞാൻ എടുത്ത് നോട്ടിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് വായിക്കാം. എന്നിട്ട് ഞാനതിൻ്റെ ഒരു എക്സിക്യൂഷൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോട്ട്ബുക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹെഡിങ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++ for the selected execution
of some statements are called decision making statements or selection statements. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഡിസിഷൻ മേക്കിംഗ് എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് എന്താണ്? കൺട്രോളിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ്. ദ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++ ഫോർ ദ സെലക്റ്റഡ് എക്സിക്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ, ഹിയർ ഇറ്റ് ഈസ് സെലക്റ്റഡ് എക്സിക്യൂഷൻ. സം സ്റ്റേറ്റ്മെന്റ്സ് ആർ എക്സിക്യൂട്ടഡ് ആൻഡ് അതേഴ്സ് ആർ സ്കിപ്ഡ്. ഓഫ് സം സ്റ്റേറ്റ്മെന്റ്സ്, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നു, സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നു, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നും പറയുന്നു. ഇനി അടുത്തത് നോക്കിയേ, ഇഫ് ആൻഡ് സ്വിച്ച് ആർ 2 types ഓഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി C++ൽ സെലക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിനെയാണ് ഇഫ് എന്നും സ്വിച്ച് എന്നും പറയുന്നത്. are 2 types. The selection will be based on conditions. അപ്പോൾ അടുത്ത നമ്മൾ വാക്ക് പഠിക്കേണ്ടതാണ് കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? ദ കണ്ടീഷൻസ് ആർ ഫോംഡ് ബൈ റിലേഷണൽ ഓർ ലോജിക്കൽ ഓപ്പറേഷൻ ഓപ്പറേറ്റേഴ്സ് ഓർ എക്സ്പ്രഷൻസ്. അതാ പറഞ്ഞത്, അന്നത്തെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും എന്താണെന്ന് ഓർമ്മയുണ്ടാവണം. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ മുതലായ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുന്ന എക്സ്പ്രഷൻസ്. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ഓർ ഫോൾസ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സോ ആൻഡ് ഓർ നോട്ട്, അതിൻ്റെയും റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, അപ്പോൾ ഹിയർ വി ആർ ചെക്കിംഗ് എ കണ്ടീഷൻ ആൻഡ് ദ കണ്ടീഷൻ മേ ഹാവ് 2 റിസൾട്ട്സ്, എയ്തർ ട്രൂ ഓർ ഫോൾസ്. സോ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായല്ലോ? ട്രൂ ഫോൾസും സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്, വി ഹാവ് എ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ റിസൾട്ട് കിട്ടുന്നു. ട്രൂ റിസൾട്ട് ആണെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെ ഫോൾസ് റിസൾട്ട് കിട്ടുന്നു. ഫോൾസ് റിസൾട്ട് കിട്ടുവാണെങ്കിൽ വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കേ. The if statement is used to select a set of statements for execution based on a condition. Some set of statements are executed according to a condition. In C++, conditions are provided by relational or logical operations. The syntax, ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കേണ്ടത് എന്താണ്? സിൻടാക്സ്. ശ്രദ്ധിക്കുക, സിൻടാക്സ് ഇഫ്. അവിടെ നിങ്ങളെ ഇഫ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നോട്ട്ബുക്കിൽ ആരെങ്കിലും ക്യാപിറ്റൽ ഐ എഴുതിയിട്ടുണ്ടെങ്കിൽ മാറ്റിക്കോണം, കാരണം ക്യാപിറ്റൽ ഐ ഈസ് നോട്ട് പെർമിറ്റഡ്. കീവേഡാണ്, എല്ലാ കീവേഡ്സും സ്മോൾ ലെറ്റേഴ്സ് ആണ്. സോ ഇഫ്. ഓക്കെ, ദെൻ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ റിലേഷണൽ എക്സ്പ്രഷൻ ഓർ കണ്ടീഷൻ ആണ്. അത് ടെസ്റ്റ് എക്സ്പ്രഷൻ അങ്ങ് എഴുതിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അവിടെ നിങ്ങൾ കണ്ടീഷൻ എന്ന് കൊടുത്താലും ശരിയാണ്. ഇനി അടുത്തത് ശ്രദ്ധിച്ചേ, സിൻടാക്സ് പഠിക്കുമ്പോൾ, നിങ്ങൾ പ്രോഗ്രാം എഴുതാനായിട്ട് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ആദ്യമല്ല, അതിൻ്റെ കീവേഡ്സ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് സിൻടാക്സ് ആണ്. അപ്പോൾ ഇതൊരു സിൻടാക്സ് ആണ്. സിൻടാക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ റൂൾസ് ആണ്, ഗ്രാമർ റൂൾസ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫുൾ സ്റ്റോപ്പ്. ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതുന്നത് എങ്ങനെയാണ്? സെൻറ്റൻസ് എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. സോ ദാറ്റ് ഈസ് ദ റൂൾ, അല്ലേ? അപ്പോൾ ഹിയർ ഓൾസോ വി ഹാവ് സം ഗ്രാമർ റൂൾസ്. ദാറ്റ് റൂൾസ് ആർ നോൺ ആസ് സിൻടാക്സ്. ഇനി എന്താണ് സിൻടാക്സിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയാം. സിൻടാക്സ് തെറ്റാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം തെറ്റായിരിക്കും. ഞാൻ അന്ന് കാണിച്ചു തന്ന, അല്ലേ? എന്നത്തെ എക്സാമ്പിളിൽ നമ്മൾ കാണിച്ചായിരുന്നു. സിൻടാക്സ് തെറ്റാണെങ്കിൽ പ്രോഗ്രാം വിൽ നോട്ട് എക്സിക്യൂട്ട്. അതുകൊണ്ട് സിൻടാക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ സിൻടാക്സ് ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോട്ട്ബുക്കിൽ പ്രത്യേകം എഴുതുക, ശ്രദ്ധിച്ച് എഴുതുക. സി, ഇനി ഞാൻ പറയുവാണേ, ഇഫ് ബ്രാക്കറ്റിലാണ് കണ്ടീഷൻ കൊടുക്കുന്നത്. നോക്കിക്കേ ഏത് ബ്രാക്കറ്റാണെന്ന്. ദിസ് ഈസ് നോൺ ആസ് പരാന്തസിസ് ബ്രാക്കറ്റ്. നിങ്ങൾ നോട്ട്ബുക്കിൽ വല്ല സ്ക്വയർ ബ്രാക്കറ്റ് വല്ലതും ഇട്ടിട്ടുണ്ടെങ്കിൽ മാറ്റിക്കോണം. അതല്ല വേണ്ടത്, പരാന്തസിസ് ബ്രാക്കറ്റ്. ദെൻ കണ്ടീഷൻ, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ദെൻ അതിനുശേഷം ദെൻ ആണ്. ദെൻ എന്ന് വെച്ചാൽ അതാണെങ്കിൽ, ദാറ്റ് മീൻസ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്നത് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കേളി ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നു. അതിൻ്റെ താഴെ എഴുതുന്ന സെക്ഷനെ, അല്ലെങ്കിൽ അത് ക്ലോസിങ്ങിനും ആ സ്റ്റാർട്ടിങ് എന്താണ് കേളി ബ്രാക്കറ്റ് ഓപ്പൺ അകത്തും ഓപ്പൺ തുടങ്ങി ക്ലോസിനകത്ത് നിങ്ങൾ എഴുതുന്ന സാധനങ്ങളെ നിങ്ങൾ വിളിക്കുന്നതാണ് ട്രൂ ബ്ലോക്ക്. The set of statements that are executed only if the condition is true. That is written, എവിടെയാണ് എഴുതുന്നത്?
that is written inside if condition curly bracket opens set of statements. Okay. ഇനി അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് കൂടെ വായിച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ കാണാം. Here the test expression represents a condition which is either a relational expression or a logical expression. If the text expression evaluates to true ആണെങ്കിൽ a statement block is executed. Otherwise the control moves to the statement following the if statement. അതായത് ഇഫ് കഴിയുന്ന ഇവിടെയാണ് ദ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇഫിന് താഴെ പോയി എക്സിക്യൂഷൻ തുടങ്ങും, അല്ലാതെ വേറൊരിടത്തും പോകത്തില്ല. അതിനകത്ത് എക്സിക്യൂഷൻ ചെയ്യുന്നത് എപ്പോഴാണ്? അതിനകത്ത് എക്സിക്യൂഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആവുന്നത് only if the condition is true. Otherwise the control goes out of the if. In this example we are considering only the true section. False section പറ്റി നമ്മൾ bothered അല്ല, true section മാത്രം മതി. I'll show an example. See, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട എക്സാമ്പിളിൽ മോഡിഫിക്കേഷൻ വരുത്തിയിരിക്കുകയാണ്. ഹാഷ് ഇൻക്ലൂഡ്, യൂസിങ് നെയിം സ്പേസ്, ഇൻറ്റ് മെയിൻ, അതൊന്നും ഞാൻ ഇനി പറയുന്നില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുക. ഇത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടില്ല, അപ്പോൾ ഈ കൂടെ തന്നെ ഞാൻ എഴുതിയും കൂടെ പഠിപ്പിക്കുകയാണ്. കാരണം നമുക്കിനി അതിനൊന്നും സെപ്പറേറ്റ് ഒരു സമയം ഞാൻ കണ്ടെത്താൻ എനിക്ക് അറിയില്ല എവിടെ നിന്ന് കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻറ്റ് എ, ഇതൊക്കെ നമുക്ക് എന്നും വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ദിസ് ഈസ് വേരിയബിൾ ഡിക്ലറേഷൻ ഇൻ C++. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് എന്താ പറയുന്നത്, ഇത് നിങ്ങൾ എത്ര നാൾ പ്രോഗ്രാം എഴുതുന്നു അത്രയും നാൾ വേണ്ട ഒരു സാധനം തന്നെയാണ് വേരിയബിൾ ഡിക്ലറേഷൻ. ദാറ്റ് മീൻസ് വി ആർ ക്രിയേറ്റിംഗ് എ വേരിയബിൾ ആൻഡ് വി ആർ സ്പെസിഫൈങ് ദ ടൈപ്പ് ഓഫ് ഡേറ്റ. വി ഹാവ് എ വേരിയബിൾ നെയിംഡ് എ ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിനകത്തൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. സോ വി ഹാവ് ഡിക്ലെയർഡ് എ വേരിയബിൾ ഇൻറ്റ് എ. We can declare any number of variables there. എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് വേണേലും എത്ര ഡേറ്റ ടൈപ്പിൽ വേണേലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സപ്പോസ്, അതുകൂടെ ഞാൻ ഈ കൂടെ പറയുവാണ്, ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും അതുകൂടെ ഞാൻ പറയുന്നു. സപ്പോസ് യു ഹാവ് 2 വേരിയബിൾസ്, യു ഹാവ് ടു റൈറ്റ് A, B, like that you can do. A, B ഒക്കെ നമ്മൾ ആ വേരിയബിളിനകത്ത് ജസ്റ്റ് പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നതാണ്. ഇനി സപ്പോസ് യു ഹാവ് അനദർ ഡേറ്റ ടൈപ്പ് char, you can declare it as char C, like that. You can have any number of variables. Here we have only one variable and that is A, and is of type int. Okay, in this program we are checking the mark of a particular student, and if the mark is above 80 we'll get a message that the student is passed. Otherwise we are not bothered. Okay, 18 കുറവാണെങ്കിൽ നമുക്ക് വിഷയമല്ല, അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ. 18 കൂടുതലാണെങ്കിൽ ഹീസ് പാസ്ഡ് എന്നൊരു മെസ്സേജ് നമുക്ക് കിട്ടുകയാണ് ചെയ്യേണ്ടത്. സോ you declare an integer variable. ഇനി ഒരു കാര്യം കൂടെ, if you have to declare some variables, it is better to give it just after the മെയിനിന് തൊട്ട് താഴെ ആ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം എനി നമ്പർ ഓഫ് വേരിയബിൾസ്. only thing is you can create it at any point. എവിടെ വേണേലും CPP ചെയ്യാം, പക്ഷെ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അറ്റ് ദ ടൈം ഓഫ് ജസ്റ്റ് ആഫ്റ്റർ ദി മെയിൻ ആണ്. അപ്പം നമുക്ക് വേരിയബിൾ ഒരെണ്ണം ഉണ്ട്. അടുത്തത്, ഇപ്പം നമ്മൾ പ്രോഗ്രാം ഒരുമിച്ച് പഠിക്കുവാണേ. പ്രോഗ്രാം എഴുതണം, നിങ്ങളിത് എഴുതുക വേണം കേട്ടോ. അതിന് ശേഷം സി ഔട്ട് നമ്മൾ ഇന്നലെ കണ്ടതാണല്ലേ. സി ഔട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ മെസ്സേജ് ഇൻ ദ ഔട്ട്പുട്ട് ബോക്സ്, ഔട്ട്പുട്ട് വിൻഡോയിൽ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ സി ഔട്ടിനെ ഉപയോഗിക്കുന്നു. സി ഔട്ടിൻ്റെ ഡിക്ലറേഷനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഹാഷ് ഇൻക്ലൂഡിനകത്ത് IO സ്ട്രീമിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ദെൻ ഇനി അടുത്തത് നോക്കിയേ, ഈ സി ഔട്ടിൻ്റെ സിൻറ്റാക്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. സി ഔട്ടിൽ നമ്മളൊരു എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നും പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഓപ്പറേറ്ററാണ് ഈ ഡബിൾ ലെസ് ദാൻ. ഇതിനിടയ്ക്ക് സ്പേസ് ഇല്ല. സി ഔട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതിനുശേഷം യു ക്യാൻ ഗീവ് ഇറ്റ് ഡബിൾ കോഡ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സിൻറ്റാക്സ് പ്രത്യേകം ശ്രദ്ധിക്കണേ. സിൻറ്റാക്സ് തെറ്റാണെങ്കിൽ പ്രോഗ്രാം വർക്ക് ചെയ്യത്തില്ല. ഡബിൾ കോഡ്സ് കൊടുക്കണം. അതായത് സി ഔട്ടിൽ ഡബിൾ കോഡ്സ് സി ഔട്ടിൽ ഡബിൾ ലെസ് ദാൻ ശേഷം ഡബിൾ കോഡ്സിൽ നിങ്ങൾ എന്ത് മെസ്സേജ് കൊടുത്താലും അതങ്ങനെ തന്നെ ഔട്ട്പുട്ട് ബോക്സിൽ ഡിസ്പ്ലേ ആവും.
എന്താ പറഞ്ഞത്? ഒന്നുകൂടി ശ്രദ്ധിച്ചേ. സി ഔട്ടിൽ ഡബിൾ ലെസ് ദാന് ശേഷം ഡബിൾ കോട്ട്സിൽ എന്ത് മെസ്സേജ് കൊടുത്താലും അത് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ നോക്കി, എൻ്റർ ദ മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്ത് വരും? മോണിറ്ററിൽ എൻ്റർ ദി മാർക്ക് എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ആ മെസ്സേജ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു സെമിക്കോളൻ. ദെൻ സി ഇന്നെ നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറയുവാണ് സി ഇൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് യൂസ് ടു accept a value from keyboard. It is used to accept a value from keyboard. കീബോർഡിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ ആ വാല്യൂവിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? സി ഇൻ വരുന്നത്. what happens is സി ഇൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കർസർ വിൽ വെയിറ്റ് ദെയർ. കർസർ അവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം ഔട്ട്പുട്ട് കാണുമ്പോൾ. കർസർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. 2 സീൻ കൊടുത്തെങ്കിൽ 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. 1 കൊടുത്തതിന് ശേഷം പിന്നെയും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് യൂസ് ടു ആക്സെപ്റ്റ് എ വാല്യൂ ഫ്രം ദി കീബോർഡ്. സീൻ എ എന്ന് കൊടുത്താലോ നിങ്ങളിവിടെ എന്ത് കൊടുത്താലും അത് ആർക്ക് കൊടുക്കും? സീന് എക്ക് കൊടുക്കും. So cout is used to display message and cin is used to accept a value from the keyboard. കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ കൊടുക്കാൻ. cin a. So the value goes to a. വീണ്ടും ഒരു സെമിക്കോളൻ. ഓക്കെ, അതവിടെ കിടക്കട്ടെ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കേ. ഇതായിരുന്നു നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഇഫ്. അപ്പോൾ എങ്ങനെയാണ് ഇഫ് യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ? ഇഫിൻ്റെ കളർ കണ്ടോ? ഡാർക്ക് ബ്ലൂ കളർ കാണുന്നുണ്ട്. എന്തിനാണ്? കീവേഡ്. അതിനുശേഷം പാരാന്തസിസ് ബ്രാക്കറ്റ്, എന്നിട്ട് a greater than 18. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നു. a greater than 18. a എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. റിലേഷണൽ ഓപ്പറേറ്ററിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് 2 ഓപ്പറാൻഡ്സ് വേണം, ഒന്ന് എയും ഒന്ന് 18ഉം. ഐ ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ ട്രൂ. അതാണ് ഏത്? ദിസ് വൺ. What it displays? Again see out. It is going to display something. എന്താ ഡിസ്പ്ലേ ചെയ്യുന്നത്? The student is passed. പാസ്സായി എന്നൊരു മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ആവുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് ദിസ് വൺ ഈസ് നോൺ ആസ് ദിസ് തിങ്. ഇത്രയാണ് നമ്മൾ പറയുന്നത് ട്രൂ ബ്ലോക്ക് എന്ന് പറയുന്നു. ദിസ് മച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് ട്രൂ ബ്ലോക്ക്. ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് here only we have only one statement. This statement is executed only if the condition is true. That means only if the value of a is greater than 18. Okay. Then it returns 0. കഴിഞ്ഞ ദിവസം കണ്ടതാണ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. This closing bracket is of the main. മെയിനിൻ്റെയാണ് ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇവിടെ കാണുന്നത്. 2 കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇഫിന് വേണ്ടിയിട്ടും ഒന്ന് നമ്മുടെ മെയിനിൻ്റെതും. എത്ര എണ്ണം കേളി ബ്രാക്കറ്റ് ഉണ്ടോ അത്രയും കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കും. ഇനി ഒന്നുകൂടെ നോക്കിക്കേ. മെയിനിൽ തൊട്ട് നോക്കുക. ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ ഇൻറ്റിജർ വേരിയബിളിലേക്ക് വാല്യൂ തരാൻ പറഞ്ഞു. അതിനുവേണ്ടി ഒരു സി ഔട്ട് കൊടുത്തു. വാല്യൂ കൊടുത്തു. സീൻ വഴി വാല്യൂ അക്സെപ്റ്റ് ചെയ്തു. ആ വാല്യൂ 18നേക്കാളും കൂടുതലാണെങ്കിൽ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം തീർന്നു. നമുക്ക് കമ്പൈലേഷൻ നടത്താം. Compilation success, build success, and we are going to execute. കണ്ടോ? സ്ക്രീൻ കണ്ടോ? എൻ്റർ ദി മാർക്ക്. കർസർ അവിടെ നിങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ? അപ്പം നമുക്ക് കൊടുക്കാം 23. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റർ അടിക്കാം. ദ സ്റ്റുഡൻറ്റ് ഈസ് പാസ്ഡ്. കണ്ടോ? നമ്മൾ കൊടുത്ത മെസ്സേജാണ് അവിടെ വന്നത്. ഇനി ഐ എക്സിക്യൂട്ട് ഇറ്റ് വൺസ് അഗെയിൻ. ദ സ്റ്റുഡൻറ്റ് മാർക്ക് ഈസ് 10. No output because we haven't considered the values below 18. നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. സോ ഈ പ്രോഗ്രാം നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അതിനുശേഷം കാണാതെ പഠിച്ചുകൊള്ളുക. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, തന്നെ എഴുതാൻ പറ്റും. പറ്റുന്നില്ലെങ്കിൽ കാണാതെ പഠിച്ചുകൊള്ളുക. എഴുതി നോക്കുക ബുക്കിൽ. എന്നിട്ട് തന്നെ എപ്പോഴെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഞാനതിൽ കറക്ഷൻ വരുത്തി തരാം. അത് സിമ്പിൾ പ്രോഗ്രാമാണ്, പക്ഷേ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമാണ് അല്ലേ. നമ്മുടെ ഹലോ വേൾഡ് പ്രോഗ്രാം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ വാല്യൂനെയൊക്കെ എടുക്കുന്ന ഒരു കുഞ്ഞു പ്രോഗ്രാമാണിത് അല്ലേ. സ്വന്തം ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാമാണിത്. ദിസ് ഇസ് നോട്ട് എൻ ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാം. ഇതൊരു ഇൻഡിപെൻഡൻറ്റ്, വേറൊരു ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല, സ്വന്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ, നമ്മൾ സിൻറ്റാക്സിനെ പറ്റി ഒന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സിൻറ്റാക്സിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എല്ലാ C++ സ്റ്റേറ്റ്മെൻറ്റ്സും
എൻഡ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നു. ദിസ് ഇസ് നോൺ ആസ് സെമിക്കോളൻ. അല്ലെ, നിങ്ങൾ എന്ത് പറയും, കുത്തും കോമ എന്ന് പറയും. സെമിക്കോളൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സാധനം. സോ സെമിക്കോളൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ C++ ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ആസ് എൻ എൻഡ് പോയിന്റ് ഓഫ് എവറി C++ സ്റ്റേറ്റ്മെൻറ്റ്. ഹിയർ ഇറ്റ് ഈസ് നോട്ട് ഡെയർ. മെയിൻ്റെ അവിടെ ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഓപ്പണിംഗ്. ദർ വി ആർ ബിഗിനിങ്. സോ ബിഗിനിങ്ങിന് ഉണ്ടാവില്ല, അല്ലാത്ത എല്ലാ സ്ഥലത്തും സെമിക്കോളൻ ഉണ്ടാവും. Okay, here also it is just a beginning, so there is no semicolon, and here also there is no semicolon. So if suppose if there is no semicolon, I haven't put any semicolon, you will get an error message. So see, this is in red color. You cannot get the compilation success. So you have to write the program.